പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിന്, ഒരു യഥാർത്ഥ മുസൽമാന് ഉണ്ടായിരിക്കേണ്ടുന്ന അടിസ്ഥാന യോഗ്യതകളെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടുവരുന്നത്. അല്ലാഹുവിങ്കൽ നാം സ്വീകരിക്കപ്പെട്ടവരാകണമെങ്കിൽ നമ്മുടെ നന്മകളും നമ്മുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളും പാരത്രിക ലോകത്ത് ഉപകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, അഹങ്കാരമെന്ന മനോരോഗത്തിൽ നിന്ന്, കിബിറെന്ന ഹൃദയവ്യാധിയിൽ നിന്ന് നാം മുക്തരായേ മതിയാകൂ, രക്ഷപ്പെട്ടേ മതിയാകൂ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ ഉയർത്തണമെങ്കിൽ, പടച്ച തമ്പുരാൻ നമ്മെ വളർത്തണമെങ്കിൽ, നാം ഈ ലോക ജീവിതത്തിൽ അല്ലാഹുവിന്റെ മുന്നിലും അവന്റെ അടിമകളുടെ മുന്നിലും വിനയാന്വിതരായി നിലകൊള്ളേണ്ടതുണ്ട്. ഇതിന്റെ നാനാവശങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അതിന്റെ അപകടങ്ങളെക്കുറിച്ച്, അഹങ്കാരത്തിന്റെ നാശത്തെക്കുറിച്ച്, വിനയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് എല്ലാം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അഹങ്കാരത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അഹങ്കാരം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടാകുന്നത്, അതിന്റെ കാരണങ്ങൾ. ആരും ചുമ്മാ അഹങ്കാരിയാവൂല, വെറുതെങ്ങട്ട് അഹങ്കാരിയാവൂല. അതിന് ചില ഗുണങ്ങളും ചില കാരണങ്ങളും ഉത്തേജനവും ഇന്ധനവുമായി വരും. ചില ഗുണങ്ങൾ, ചില മേന്മകൾ ഇന്ധനമായിട്ടാണ് ഒരാൾ അഹങ്കാരിയാകുന്നത്. ആ ഗുണങ്ങൾ ഉത്തേജിപ്പിച്ചതിനാലാണ് ചിലർ അഹങ്കാരികളായി മാറുന്നത്. ഏതൊക്കെ ഗുണങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ, അതൊന്നറിയണം. അതറിഞ്ഞാലാണല്ലോ അഹങ്കാരത്തിന്റെ കാരണം കണ്ടെത്തി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്തിന്റെയും കാരണല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. പൈസ ഉണ്ടാകാനുള്ള കാരണം എങ്ങനെയെന്ന് കണ്ടെത്തി ആ കാരണത്തിലൂടെ പോവല്ലോ. ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ കാരണം കണ്ടെത്തി ആ കാരണത്തിലൂടെ പോവല്ലോ. രോഗകാരണങ്ങൾ എന്തൊക്കെയെന്ന് കരുതിയിട്ട് ആ കാരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമല്ലോ. കാരണമാണ് പ്രധാനം. അഹങ്കാരത്തിന്റെ കാരണമാകുന്ന കാര്യങ്ങൾ, അത് ദീനിയായ കാര്യങ്ങളുണ്ട്, ദുന്യവിയായ കാര്യമുണ്ട്. മതപരമായ ചില മേന്മകൾ, ചില കാര്യങ്ങൾ അഹങ്കാരത്തിന്റെ ഇന്ധനമാകും. ദുന്യവിയായ ഭൗതികമായ ചില കാര്യങ്ങളും അഹങ്കാരത്തിന് കാരണമാകും. ഫദ്ദീനിയോ, മതപരമായ കാര്യങ്ങൾ അഹങ്കാരത്തിന് കാരണമാകുന്ന, ഇന്ധനമാകുന്ന, ഉത്തേജനമാകുന്ന ആത്മീയ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ രണ്ടാണ്. അൽ ഇൽമു വൽ അമലു, അറിവ്. നല്ല അറിവ് ഒരാൾക്കുണ്ടായാൽ ആ അറിവ് അഹങ്കാരത്തിന് കാരണമാവും. വൽ അമലു, സൽക്കർമ്മങ്ങൾ. എമ്പാടും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടുമ്പോ അതാ മനുഷ്യനെ നന്നാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും വഷളാക്കാനും സാധ്യതയുണ്ട്. ഇത്രയൊക്കെ ഞാൻ അമല് ചെയ്തല്ലോ, ഇത്രയൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെ ഈഗോ കടന്നുകൂടാൻ. ദീനിയായ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ അഹങ്കാരിയായേക്കാം. ഒന്ന് അറിവാണ്, അറിവിലൂടെ അഹങ്കാരം വന്നേക്കാം. രണ്ട് അൽ അമലു, സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കുന്ന ആൾക്ക് അഹങ്കാരം പിടിപെടാൻ സാധ്യതയുണ്ട്. വദ്ദുന്യവിയു,
ഭൗതികമായ കാര്യങ്ങൾ 5 ഉണ്ട്. 5 കാരണങ്ങൾ. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. അന്നസബു വൽ ജമാലു വൽ ഖുവ്വതു വൽ മാലു വകസറത്തുൽ അൻസാർ. ദുന്യവിയായ 5 കാരണങ്ങൾ കിബിറിന് വഴിയൊരുക്കും. അതൊന്ന് അന്നസബു, തറവാട് മേന്മ. അല്ലേ, മൂവാറ്റുപുഴ ഒത്തിരി തറവാട്ടുകാരില്ലേ? ആ തറവാട്ടുകാർ കൊള്ളാം, ഈ തറവാട്ടുകാർ ലോ ക്ലാസ് ആണ്, ഈ തറവാട്ടുകാർ വരുത്തന്മാരാണ്, അല്ലെങ്കിൽ അണ്ണാച്ചിയാളാണ്. അല്ലേ? അന്നസബു, ഭൗതികമായ കാരണങ്ങൾ. ഒന്ന് തറവാടിത്വമാണ്, മനുഷ്യനിൽ അഹങ്കാരം നിറക്കുന്ന ഒരു കാര്യം. അന്നസബു, തറവാട് മേന്മ. 2 വൽ ജമാലു, സൗന്ദര്യം. ഇത് പെണ്ണുങ്ങൾക്കാ കൂടുതൽ, എന്നാലും ആണുങ്ങൾക്കുണ്ടാവും. ഗ്ലാമർ ഉണ്ടായാൽ ചിരൊരു ഈഗോ. വൽ ജമാലു, രണ്ടാമത്തെ കാര്യം സൗന്ദര്യമാണ്. 3 വൽ ഖുവ്വത്തു, പവറാണ്, ശക്തി. അത് ആരോഗ്യമാകട്ടെ, അധികാരശക്തിയാകട്ടെ, ഇതൊക്കെ അഹങ്കാരത്തിന് വഴിയൊരുക്കും. 4 അൽ മാലോ, സമ്പത്ത്. എമ്പാടും പണം ഉണ്ടാകുമ്പോ അഹങ്കാരം കടന്നു വരാൻ സാധ്യതയുണ്ട്. 5 വക്സിറത്തുൽ അൻസ്വാർ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഗ്രൗണ്ട് സപ്പോർട്ട്. ഗ്രൗണ്ട് സപ്പോർട്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആള് സഹായിക്കാനുണ്ട്, തല്ലാനുണ്ട്, കൊല്ലാനുണ്ട്, ചേർന്ന് നിൽക്കാനുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ. നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാകുമ്പോ അഹങ്കാരം വരും. മൊത്തം കിബിറിന്റെ കാരണങ്ങൾ 7. ഇത് വിശദീകരിക്കണം, ഓരോന്നും വിശദീകരിക്കണം. റമദാനാവുമ്പോ തീരൂല, നമുക്ക് നിർത്തിവെക്കാം. റമദാൻ വിഷയം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് പറഞ്ഞ് തീർന്ന് നമ്മൾ ഉൾക്കൊണ്ട ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കും. അള്ളാഹു എത്തിക്കട്ടെ. നമ്മുടെ സ്വർഗം തടസ്സപ്പെടുത്തുന്ന, ഈമാൻ തകർത്ത് കളയുന്ന, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് നമ്മെ ദൂരത്താക്കുന്ന ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ് കിബിർ, ഈഗോ. ഇതിന്ന് രക്ഷപ്പെടണ്ടേ? അടിസ്ഥാനപരമായി രക്ഷപ്പെടേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത് പറയണം. ഇത് പറയാതെ പോയിട്ട് കാര്യമില്ല. ഇതാണ് വെള്ളിയാഴ്ചയുടെ പ്രമേയം. ഇതാകണം നമ്മൾ ഈ സമയത്ത് പഠിക്കേണ്ടത്. 7 കാര്യങ്ങൾ പറഞ്ഞു. ദീനിൽപ്പെട്ട 2 കാര്യങ്ങളും ദുന്യാവിന്റെ ഭാഗത്തുള്ള 5 കാര്യങ്ങളും, മൊത്തം 7 കാര്യം. ഒന്ന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇൽമ്, അറിവ്, വിദ്യാഭ്യാസം. ഇത് മനുഷ്യനെ വളർത്താനും ഉയർത്താനും നന്നാക്കാനുള്ള സാധനമാണ്. ഏത്? അറിവ്. തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചാൽ അത് ഏത് രംഗത്താകട്ടെ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, ഉയർന്ന വിദ്യാഭ്യാസം ഒരാൾ ആർജിച്ചാൽ, നേടിയെടുത്താൽ അഹങ്കാരം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഭൗതിക തലത്തിൽ MBBS പാസ്സായി, MD ആയി, എന്നിട്ട് നല്ലൊരു ഡോക്ടറാവുമ്പോ സ്വാഭാവികമായിട്ട്, എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല കേട്ടോ, അവരെ പഠിപ്പിക്കണ എന്താണെന്നറിയോ? രോഗികളോട്, മുന്നിൽ വരുന്ന അവശരായ ആളുകളോട് കരുണയോടെ വർത്തിക്കണം, ലാഭേച്ഛ കൂടാതെ സർവീസ് ചെയ്യണം. ഭാര്യയോടുകൂടെ ശയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു രോഗി വന്ന് ബെല്ലടിച്ചാൽ പോകണം. ഇതൊക്കെ MBBSലെ ഏത് അവരെ സർവീസിൽ പഠിപ്പിക്കണ. അതാ സംശയം ഉണ്ടെങ്കിൽ ജെമിനിനോടോ യൂട്യൂബിനോടോ ചോദിച്ചു നോക്ക്, എന്താണ് ഒരു ഒരു ഡോക്ടർക്കുള്ള നിർദ്ദേശം എന്നത്. അങ്ങനെയൊക്കെ പാലിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനും ഫാമിലിയും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പരിചയമുള്ള ഒരു ഡോക്ടർ മുന്നിൽ വണ്ടിയിൽ, കാറിൽ പോകുന്നു. ആ പോകുന്ന പോക്കിൽ ഞങ്ങളെ കൺവട്ടത്ത് വെച്ചൊരു ബൈക്കിൽ ഒരു കാർ ഇടിച്ചിട്ട് ആ ബൈക്ക് യാത്രക്കാരൻ നടു റോട്ടിൽ തലയടിച്ച് വീഴുന്നു. പക്ഷെ ഹെൽമറ്റ് ഉള്ളത് കൊണ്ട് തലക്ക് പറ്റിയില്ല, പാന്റ് കീറി, ബാക്ക് സൈഡൊക്കെ നല്ല മുറിവായി, രക്തം. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എനിക്കറിയാം ഡോക്ടറെ ക്വാളിറ്റി എന്താണ്. അയാൾ അപ്പം തന്നെ റോഡ് സൈഡാക്കി കാറ്, ബാഗ് എടുത്ത് ആ രോഗിന്റെ അടുത്ത് വന്ന് ഒരു കാറിൽ കയറ്റി ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത്. സാധാരണ ഒഴിവുള്ള വണ്ടിക്കാർ രക്ഷപ്പെടുക, കാരണം ബ്ലഡ് ആവും വണ്ടിയിൽ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവേ. വിനയുള്ളവരുണ്ട്, എന്നാൽ അഹങ്കാരം പിടികൂടാൻ ഇത് വഴിയൊരുക്കും. IPS-കാരനാണ്, IAS-കാരനാണ്, ഉയർന്ന എഞ്ചിനീയറാണ്, ഇങ്ങനെയൊക്കെ ആകുമ്പോ ഈഗോ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആത്മീയ തലത്ത് വലിയ ഡിഗ്രിയൊക്കെ, മതവിദ്യാഭ്യാസം ആർജിച്ചു, നന്നായി പഠിച്ചു, വലിയ ആലിമായി,
ലോകം അയാളെ ശംസുൽ ഉലമ, അല്ലെങ്കിൽ ഖമറുൽ ഉലമ, അല്ലെങ്കിൽ ബദറുൽ ഉലമ, പണ്ഡിതന്മാരിലെ സൂര്യൻ, പണ്ഡിതന്മാരിലെ ചന്ദ്രൻ എന്നൊക്കെ സ്ഥാനപ്പേരിട്ട് വിളിക്കുമ്പോ സ്വാഭാവികമായും ജനങ്ങളുടെ ആദരവുകളും അംഗീകാരങ്ങളും നിരന്തരം വരുമ്പോ ആ മനുഷ്യനിൽ അത് അഹങ്കാരം സൃഷ്ടിക്കാൻ വഴിയൊരുക്കിയേക്കാം. ഞാൻ പറയുന്ന ഈ പേരുള്ള ആലിമീങ്ങളൊക്കെ കിബറന്മാരാന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നല്ല ആലിമികൾ ഉണ്ടാവും, എന്നാ കിബറുള്ളവരും ഉണ്ടാവും. നിങ്ങൾ എന്നെ അങ്ങനെ നോക്കി പഠിപ്പിക്കണം എന്തിനാ? അത് ഞാൻ പറയല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഫത്തുൽ ഇൽമി അൽ ഖുയലാ. മുഹമ്മദുർ റസൂലുള്ളാഹി ആഫത്തുൽ ഇൽമി, അറിവിന് ചില നാശമുണ്ട് കേട്ടോ. അറിവിന് ഗുണല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അറിവുകൊണ്ട് ഇൽമുകൊണ്ട് നേട്ടല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ തിരിച്ചുണ്ട്, ആഫത്തുൽ ഇൽമി, അറിവിന്റെ അപകടമുണ്ട്, അറിവിന് ചില നാശമുണ്ട്. ആ നാശമേതാണ് അറിയോ? അൽ ഖുയലാ, അഹങ്കാരമാണ്. അറിവാളനായി, വിദ്യാസമ്പന്നനായി, ക്വാളിഫൈഡായി, അപ്പൊ കിബിറ് വരിക. ഇത് അറിവിന്റെ വലിയ നാശമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു വലിയ ആലിമായപ്പോ തോന്നി ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം, ഞാൻ ബഹുമാനത്തിന് അർഹനാണ്, ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടവനുമാണ്. അതോടൊപ്പം ഇതായിക്കോട്ടെ, ഞാൻ അറിവുണ്ട്, ഞാൻ ബഹുമാന്യനാണ്, അവിടെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത ഞാനല്ലാത്തവരൊക്കെ നിസാരക്കാർ, മരമണ്ടന്മാർ, വിഡ്ഢികൾ, പൊട്ടന്മാർ, ഈ ധാരണ അല്ലേ? ഇങ്ങനെയൊക്കെ വാഴ്ന്നറിയുമ്പോ പറയുന്ന ആൾക്കാരുണ്ട്, പൊട്ടന്മാരെ, അന്തംഗമ്മികളെ എന്നൊക്കെ പ്രസംഗത്തിൽ തന്നെ ഓഡിയൻസിനെ വിളിക്കുക. ഉള്ളിൽ കിടക്കുന്ന ആ സൂക്കേട് പുറത്ത് ചാടുകയാണത്. ഏയ്, ഈ മനുഷ്യൻ എങ്ങനെ ഈ വന്നിരിക്കണൊക്കെ പൊട്ടന്മാരാന്ന് ഞാനാണ് പറഞ്ഞ അങ്ങനെ ശരിയാകുക? എന്റെ പൊട്ടത്തരം എന്നല്ലാതെ. ഈ ധാരണ അകത്ത് കയറിയാൽ ഇയാൾ പിന്നെ ആലിമല്ല, പമ്പര വിഡ്ഢിയാണ്. അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ആലിമാരാണ് റബ്ബിനെയും തന്റെ സ്വന്തത്തെയും മനസ്സിലാക്കിയവനാണ് റബ്ബിങ്കൽ ആലിമ്. റബ്ബിന്റെ പവറും തന്റെ അജ്സ് ബലഹീനതയും തിരിഞ്ഞവനാണ് ആലിം. അങ്ങനെ തിരിഞ്ഞവന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. മതപണ്ഡിതന്മാർക്കിടയിൽ എന്തുകൊണ്ടാ അഹങ്കാരം ഉണ്ടാകുന്നത്? ഭൗതിക തലത്തിപ്പോ ഡോക്ടറോ എഞ്ചിനീയറോ IPS IAS ഒക്കെ അഹങ്കാരം ഉണ്ടാകുന്നത് അവരാ വളർത്തിയതിന്റെ കുഴപ്പം, സാഹചര്യത്തിന്റെ കുഴപ്പം, അങ്ങനെയൊക്കെ വന്നേക്കാം. പക്ഷെ മതപണ്ഡിതന്മാർക്കിടയിൽ എന്താ അഹങ്കാരം ഉണ്ടാകാൻ കാരണം? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ല 2 കാരണം പറയുന്നുണ്ട്. മതപണ്ഡിതന്മാർ കിബിറന്മാർ, അഹങ്കാരികളാകാൻ 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താ? ഇവർ പഠിച്ചത് അൽ ഇൽമുൽ ഹഖീഖിയു അല്ല, യഥാർത്ഥ അറിവല്ല. അറബ് ഭാഷയിലെ ഗ്രാമർ, അറബി സാഹിത്യം, ഇസ്ലാമിക ചരിത്രം, ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്ര വിവരങ്ങൾ, വിധി വിലക്കുകളെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ പഠിച്ചതുകൊണ്ട് യഥാർത്ഥ അറിവാവൂല. 3 വക്ത് ഉള്ളൂ ഇസ്ലാമിൽ എന്ന് പറഞ്ഞ പണ്ഡിതനും ഖുർആനിലും ഹദീസിലും ഒരു വിവരക്കുറവുണ്ടായിരുന്നില്ല. വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ റാങ്കോടെ പാസ്സായ പണ്ഡിതനായിരുന്നു അയാൾ. ഖുർആനും തഫ്സീറും ഹദീസും കലക്കി കുടിച്ച വലിയ കേരളം കണ്ട ജീനിയസായ പണ്ഡിതനായിരുന്നു. ചുവന്ന കുന്നിൽ അസ്ഥിക്ക് വേണ്ടി JCB കൊണ്ട് മാന്തപ്പെട്ട ആ മൗലവി. അത്ര വലിയ പണ്ഡിതനായിരുന്നു. യഥാർത്ഥ പണ്ഡിതനല്ല അയാള്. യഥാർത്ഥ ഇൽമ അയാൾക്ക് കിട്ടിയില്ല. ഇന്നമൽ ഇൽമുൽ ഹഖീഖിയു, യഥാർത്ഥ അറിവെന്നാൽ മാ യഅരിഫു ബിഹിൽ അബ്ദു റബ്ബഹു വ നഫ്സഹു, ഒരു തരം അറിവാണ്. ആ അറിവ് കൊണ്ടൊരാൾ തന്റെ റബ്ബിനെ തിരിച്ചറിയും, വ നഫ്സഹു, സ്വന്തത്തെയും തിരിച്ചറിയും. എന്റെ റബ്ബ് ഖാലിഖായ റബ്ബാണ്, സൃഷ്ടാവായ റബ്ബാണ്, ഖാദിറായ റബ്ബാണ്, സർവ്വതിനും കഴിവുള്ളവനാണ്, ജബ്ബാറായ റബ്ബാണ്, അധികാരാധിപത്യത്തിന്റെ ഉടമയായ റബ്ബാണ്, മാലിക് യൗമിദ്ദീനായ റബ്ബാണ്, അന്ത്യനാളിന്റെ ചക്രവർത്തിയായ റബ്ബാണ്.
അങ്ങനെ അല്ലാഹു ആരാണ്, അവന്റെ പവർ എന്താണ് എന്ന് തിരിച്ചറിയഞ്ഞവനാണ് ആലിമ്. വനഫ്സഹു, ഞാൻ ദുർബലനായ, നിസ്സഹായനായ, കഴിവുകെട്ടവനായ അവന്റെ ഒരു അടിമ മാത്രമാണ്, ദാസൻ മാത്രമാണ്. ഈ അറിവുള്ളവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ഈ അറിവാണ് യഥാർത്ഥ പാണ്ഡിത്യം. ഇത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇത് കിട്ടണം. ഇത് കിട്ടിയവർക്ക് അള്ളാനെ പേടിയുണ്ടാവുള്ളൂ. മറ്റേത് ദീന് വിറ്റ് കാശാക്കും. പാവങ്ങളായ ജനങ്ങളെ ചൂഷണം ചെയ്ത് അയാൾ തടിച്ചു കൊഴുക്കും. ഉമ്മാന്റെയും ബാപ്പാന്റെയും പേരൊക്കെ പറഞ്ഞിട്ട് പിരിവ് മേടിച്ചിട്ട് അതിൽ 40% വെട്ടി വിഴുങ്ങും. 1,00,000 കിട്ടി. ഞങ്ങൾ എന്താ വിചാരിച്ചത്? 40,000 ഹലാലായ പൈസ അല്ലേ? 40,000 1,00,000. ആകെ എന്താ ചെലവുള്ള 2 ഡയലോഗ്, ഒരു 3 സ്വലാത്തും 2 ദുആയും, ഇത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ 40,000 വണ്ടി കച്ചവടത്തിന് കിട്ടാൻ എത്ര ഓട്ടോ ഓടേണ്ടി വരും? കോട്ടയത്തേക്കും ട്രിവാൻഡ്രത്തേക്കും അല്ലേ? ഇതത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ആത്മീയ തട്ടിപ്പ എളുപ്പമുള്ള പണി. വേണമെങ്കിൽ ഒരു പച്ചശാൾ എടുത്തിറങ്ങിക്കോ, അല്ലാഹു വിടൂലാന്ന് മാത്രം അല്ലേ? യഥാർത്ഥത്തിലുള്ള ആലിം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സൂറത്ത് ഫാത്തിറിലൂടെ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെ ഭയക്കുന്നവർ അൽ ഉലമാ മാത്രാൻ, യഥാർത്ഥ പണ്ഡിതന്മാർ മാത്രാൻ. അല്ലാത്തവർ അല്ലാഹുവിനെ പേടിക്കൂല. പേടിണ്ട് നാവുകൊണ്ട് പറയും. ചില കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടാവും. ഉള്ളറിഞ്ഞു പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവർ അൽ ഉലമാ മാത്രമാണ്, യഥാർത്ഥ പണ്ഡിതന്മാർ മാത്രമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു. അപ്പോ അഹങ്കാരം വരാൻ കാരണം എന്താ? അവർ കുറെ പഠിച്ചു, ഹദീസ് പഠിച്ചു, തഫ്സീർ പഠിച്ചു, ചരിത്രം പഠിച്ചു, ഭാഷ പഠിച്ചു, അല്ലേ? അതിനപ്പുറത്ത് പഠിച്ചു. യഥാർത്ഥ പഠനം പഠിച്ചില്ല. അതെന്താണ്? പടച്ചോനെ കുറിച്ചും തന്നെ കുറിച്ചുള്ള അറിവ് അത് പഠിച്ചില്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം, ഇവർ ധാരാളം പഠിച്ചു, പക്ഷേ ആത്മസംസ്കരണത്തിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സ്വഭാവ സംസ്കരണത്തിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വഴിയിലേക്ക് കടന്നില്ല. വികാരങ്ങളുള്ളവരാണ് മനുഷ്യന്മാരായ നമ്മളൊക്കെ. ആ വികാരങ്ങളെ ശമിപ്പിക്കാൻ ഖുർആൻ മരുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ചതേയില്ല, ആ ചികിത്സക്ക് പോയതേയില്ല. അഹങ്കാരം, ആർത്തി, കാമം, കോപം പോലത്തെ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഖുർആൻ വഴി പറഞ്ഞിട്ടുണ്ട്. തസ്കിയത്തിന്റെ വഴി, ആത്മസംസ്കരണത്തിന്റെ വഴി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് അങ്ങനെ പഠിച്ചു. ഇങ്ങനെ പഠിച്ചാൽ എന്താ സംഭവിക്കുക? ആ പഠിച്ചതൊക്കെ ദുസ്വഭാവത്തിന് ഉത്തേജനാവും. എന്നുവെച്ചാൽ ഞാൻ ആത്മസംസ്കരണം ഒന്നുമില്ലാത്തൊരു പണ്ഡിതനെ സങ്കല്പിച്ചോ. എന്നുവെച്ചാൽ എന്റെ ദുസ്വഭാവം മാറ്റാൻ ഞാൻ ഒരു ദിക്റിലൂടെയും ഒരു ഫിക്റിലൂടെയും ഖുർആൻ പറഞ്ഞ ഒരു മരുന്നും ഞാൻ ഉപയോഗിച്ചില്ല. എന്നിട്ട് ഞാൻ ധാരാളം പഠിച്ചാൽ ഈ പഠിച്ചതൊക്കെ എന്റെ ദുസ്വഭാവത്തിന് ശക്തി പകരും. ഇതിന് ചിന്താർഹമായൊരു ഉദാഹരണം മഹാവലിയായ സൂഫി വര്യനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം, അൽ ഇൽമു കൽ ഗൈസി യൻസിലു മിനസ് സമാ. അറിവെന്നാൽ ഉപരിഭാഗത്ത് നിന്ന്, ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ പോലെയാണ് അറിവ്. ശ്രദ്ധിക്കണേ, അറിവ് ഏതുപോലെ? മുകൾ ഭാഗത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴ പോലെയാണ് അറിവ്. എന്നിട്ട് മഹാൻ വിശദീകരിക്കുകയാണ്. മഴ മുകളിൽ നിന്ന് പെയ്തിറങ്ങ് ഭൂമിയിൽ പതിച്ചു, നീർച്ചാലുകളിലൂടെ പുഴയിൽ ചേർന്ന് കുറെ, അത് കടലിലേക്ക് പോയി. കുറെ മഴവെള്ളം ഭൂമിയിൽ ആണ്ടിറങ്ങി. എന്നിട്ട് മരങ്ങളുടെയും ചെടികളുടെയും വേരുകളിൽ ഈ മഴവെള്ളമെത്തി. വേരുകളും മരങ്ങളും ഇത് വലിച്ചെടുത്തു. ഈ ഒരേ മഴവെള്ളാണ് എല്ലാ ചെടികളും മരങ്ങളും വലിച്ചെടുക്കുന്നത്. അങ്ങനെ കാഞ്ഞീരമെന്ന മരത്തിന്റെ വേരിൽ ഈ മഴവെള്ളമെത്തിയപ്പോൾ കാഞ്ഞീരം കയ്പാണ് ഉൽപ്പാദിപ്പിച്ചത്, അല്ലേ? ഇതേ മഴവെള്ളം നല്ല തേൻവരിക്ക പ്ലാവിന്റെ താഴെ ആണ്ടിറങ്ങിയപ്പോ ആ പ്ലാവിന്റെ വേര് വലിച്ചെടുത്തിട്ട് തേൻ പോലെ മധുരമുള്ള ചക്കപ്പഴം ഉൽപ്പാദിപ്പിച്ചു. ഇതേ മഴവെള്ളം നല്ല ഒരു മാവിന്റെ താഴ്ഭാഗത്താണ്ടിറങ്ങി അതിന്റെ വേരിലൂടെ മധുരമുള്ള മാമ്പഴം ഉൽപ്പാദിപ്പിച്ചു.
ഇതേ മഴവെള്ളം റോസാ ചെടിയുടെ താഴ്ഭാഗത്ത് വന്നപ്പോ നയന മനോഹരമായ കളറുള്ള സൗരഭ്യമുള്ള പനനീർ പൂക്കളെ ആ മഴവെള്ളം കൊണ്ട് ആ ചെടി ഉൽപ്പാദിപ്പിച്ചു. ഇതേ മഴവെള്ളം ചേര് എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. തൊട്ടാ ചൊറിയും. ഈ പുഴയിലൂടെ ഒക്കെ ഒഴുകി വന്ന ആരെങ്കിലും പിടിച്ചാൽ ഭയങ്കരമായ ചൊറിച്ചിലും റിയാക്ഷൻ ഉണ്ടാവും. ചേര് എന്നാ മലപ്പുറത്ത് പറയാം. ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല അല്ലെ. ചേര്. ആ ചേരന്നെ. ഈ സാധനം ഇതൊരു മരാണ്. ഇതേ മഴവെള്ളം കുടിച്ചിട്ടാണ് ഈ ചൊറിച്ചിലുണ്ടാക്കിയത്. ഇതുപോലെയാണ് അറിവ്. ഒരു അഹങ്കാരി കിബിറൻ പഠിച്ചാൽ ആ പഠനം മുഴുവൻ അഹങ്കാരത്തിന് ഉത്തേജനമാകും. വിനയുള്ള ഒരു നല്ല മനുഷ്യൻ പഠിച്ചാൽ കൂടുതൽ അയാളെ ആ പഠനം വിനയാന്വിതനാക്കും. അള്ളാഹുവിനെ പേടിയുള്ള ഒരാൾ പഠിച്ചാൽ ആ മനുഷ്യനെ അറിവ് കൂടുതൽ ഭക്തിയുള്ളവനാക്കും. അതുകൊണ്ട് അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ എന്താവില്ല. അൽ ഇൽമു കൽ ഗൈസി, മഴവെള്ളം പോലെയാണ് അറിവ് എന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല. അതുകൊണ്ട് അറിവ് വഴിയുള്ള അഹങ്കാരം വലിയ പ്രശ്നം. അധികാരം കൊണ്ട് മനുഷ്യൻ അഹങ്കാരിയാവും, പണം കൊണ്ട് മനുഷ്യൻ അഹങ്കാരിയാവും. ഇതിനേക്കാൾ അപകടം ഏതാണ്? ഇൽമു വഴി അറിവ് കൊണ്ട് അഹങ്കാരിയാകുന്നതാണ്. ഇതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സ്പെഷ്യലായിട്ട് നിർദ്ദേശം കൊടുത്തത് വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ. നബിയേ, അങ്ങയുടെ ചിറക് അങ്ങയെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് മുമ്പാകെ താഴ്ത്തിക്കൊടുക്കൂ നബിയേ. എന്താണ് ആ ഭാഷ നോക്ക്. അങ്ങയുടെ ചിറകുകൾ. ചിറകുണ്ട് റസൂലിന്, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അങ്ങയുടെ ചിറകുകൾ അങ്ങയെ തുടർന്ന് കൂടിയ സത്യവിശ്വാസികൾക്ക് അങ്ങ് താഴ്ത്തിക്കൊടുക്കൂ നബിയേ. അങ്ങേയറ്റത്ത് വിനയത്തോടെ ഒരു നേതാവാകണം അങ്ങ് നബിയേ. അഹങ്കാരം അങ്ങയുടെ മനസ്സിലേക്ക് വരാനേ പാടില്ല നബിയേ. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അങ്ങ് പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായി മാറിയാൽ അങ്ങയുടെ സമുദായം അങ്ങയെ ഇട്ടേച്ച് ഓടിപ്പോകും നബിയെ. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ തന്നെ ചേർത്ത് പിടിക്കണം, മാപ്പ് കൊടുക്കണം, അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കണം, അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം നബിയെ. കണ്ടോ? കാരണം റസൂലിന്റെ അത്ര അറിവുള്ളവരാരാ ഈ ലോകത്ത്? ആ റസൂലിനോടാണ് അല്ലാഹു പറഞ്ഞത്. എന്നാൽ പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ രംഗത്ത് വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യൽഹറു ഖൗമുൻ, ഒരു സംഘം പ്രത്യക്ഷപ്പെടും സമുദായമേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, യൽഹറു ഖൗമുൻ, ഒരു സംഘം പ്രത്യക്ഷപ്പെടും എന്റെ സമുദായമേ. യഖ്റഊനൽ ഖുർആൻ, ആ സംഘം ഖുർആൻ ഓതി പഠിച്ചവരാൻ, പാരായണം പഠിച്ചവരാൻ, ആശയം ഗ്രഹിച്ചവരാൻ, വിശദീകരണം മനസ്സിലാക്കിയവരാൻ. അങ്ങനെ ഖുർആൻ പഠിച്ച ഈ ടീം യഖൂലൂന ഖറഅനാ വഅലിംനാ, ഗർവോടെ, ഈഗോയോടെ, അഹങ്കാരത്തോടെ അവർ പറയും, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ അറിഞ്ഞു. മൻ നഖറഉ മിന്നാ, ഞങ്ങളെക്കാൾ ഇതോതാൻ അറിയുന്നവരാരുണ്ട്. മൻ അഅലമു മിന്നാ, ഞങ്ങളെക്കാൾ ഖുർആനിക അറിവുള്ള ആരുണ്ട്. മൻ അഫ്ഖഹു മിന്നാ, ഞങ്ങളെക്കാൾ ദീനിൽ അവഗാഹമുള്ള ആരുണ്ട് എന്ന് ഗർവ് പറയുന്ന ഒരു ടീം രംഗത്ത് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, എന്താ റസൂലുള്ള പറഞ്ഞത്? ഞങ്ങളാണ് ഖുർആൻ പഠിച്ചത്, ഞങ്ങളാണ് ഖുർആൻ ശരിക്ക് വായിച്ചവർ, ഞങ്ങളാണത് അർത്ഥം പറയുന്നവർ, ഞങ്ങളാണത് കൃത്യമായി അവതരിപ്പിക്കുന്നവർ എന്ന് പറയുന്നവർ രംഗത്ത് വരും. ഉണ്ടോല്ലേന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കോ, യൂട്യൂബ് നോക്കിക്കോ, കവലകളിലെ ചില സ്റ്റേജ് നോക്കിക്കോ, കാണാം. ഒരു യഥാർത്ഥ ഖുർആൻ പഠിച്ചവൻ ഒരിക്കലോ പറയില്ല, ഖുർആൻ എന്ന അനന്ത സാഗരത്തിൽ നിന്ന് ഇച്ചിരി കിട്ടിയത് പറയുന്നു എന്നേ പറയുള്ളൂ. അതിനപ്പുറം ഞങ്ങളൊക്കെ പഠിച്ച് കലക്കി കുടിച്ച് എല്ലാം അകത്താക്കി എല്ലാം ഉൾക്കൊണ്ടെന്ന് പറയൂല. അത് അഹങ്കാരത്തിന്റെ സ്വരാണ്. ഇത്ര വിശദീകരിച്ച റസൂലുള്ള സ്വഹാബാക്കളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഉലൈക മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഉലൈക മിൻകും, ഈ ആളുകൾ. ഏതാളുകൾ? ഞങ്ങൾ ഖുർആൻ പഠിച്ചു എന്ന അഹങ്കാരം പറയുന്ന ആളുകൾ. മിൻകും,
നിങ്ങളിൽപ്പെട്ടതാണ് മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വഉലൈകഹും വഖൂദുന്നാർ, അവർ നരകത്തിന്റെ വിറകുകളാണെന്ന് ഖാല റസൂലുള്ളാഹി. ആരെ കുറിച്ചാ റസൂലി പറഞ്ഞത്? വിവരമില്ലാത്ത സാധാരണക്കാരെ കുറിച്ചല്ല. ഖുർആൻ പഠിച്ചിട്ട് അതിൽ ഈഗോയോടെ സംസാരിച്ച, ഗർവ് നടിച്ച് ധിക്കാരത്തിന്റെ ഭാഷ പറയുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ് ഉലൈകഹും വഖൂദുന്നാർ, അവർ നരകത്തിന്റെ വിറകുകളാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോ ചിലരെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ ഒരു ചോദ്യം, എന്താണ് ഈ പണ്ഡിതന്മാരൊക്കെ ഇവരൊക്കെ ഞങ്ങളോട് എന്തിനാ വഴുതു പറയണേ? അത് പണ്ഡിതന്മാരുടെ സദസ്സിനോട് പറഞ്ഞാ പോരെ? അങ്ങനെയല്ല. ഇത്തരം അഹങ്കാരികളായ പണ്ഡിതന്മാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതും തക്ബീർ ധ്വനികൾ മുഴക്കി കൂടുതൽ അവരെ അഹങ്കാരികളാക്കുന്നതും പലപ്പോഴും സാധാരണക്കാരാണ്. ഈ നരകത്തിന്റെ വിറകുകളായ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പണ്ഡിതന്മാർ, അവർ സാധാരണക്കാരുടെ ദീനും ദുനിയാവും കൊള്ളയടിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത് സൂക്ഷിക്കേണ്ടത് സാധാരണക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാൽ എന്തറിയോ? എന്റെ ഉമ്മത്തിനുള്ള കാര്യത്തിൽ എനിക്ക് പേടി, ദജ്ജാലിനേക്കാൾ ഞാൻ പേടിക്കുന്നത് വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരെയാണ്. ദജ്ജാല് പറഞ്ഞ ചെറിയ സാധന, 5 വക്തിൽ നമ്മൾ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ദ്വാരക്കുന്നുണ്ട്. പഠിച്ചവൻ അവന്റെ കെണിയിൽ പെടാതെ രക്ഷപ്പെടുത്തണേ. ഈ ദജ്ജാലിനേക്കാൾ ഞാൻ എന്റെ ഉമ്മത്തിൽ ഭയക്കുന്നത് വഴിതെറ്റിക്കുന്ന, നരകത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന, പോക്കറ്റ് കൊള്ളയടിക്കുന്ന, ആഖിറം കൊള്ളയടിക്കുന്ന പണ്ഡിതന്മാരെയാണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോ ഇത് സാധാരണക്കാരറിയണ്ടേ? ഉസ്താദെ ആലിമീങ്ങളെ തെറി പറയാനോ? ഇങ്ങനെയൊക്കെ വഴുതറിഞ്ഞാൽ ചില ആൾക്കാർ ആലിമി, ഒരു നിർണിതമായ ഒരു ആലിമിനെ നമ്മൾ പറയൂല. ഇന്ന പേരുള്ള ആലിമ്, ഇന്ന നാട്ടുകാരനായ ആലിമ്, ഇന്ന സംഘടനയിലെ ആലിമ്, ഇന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അവരും അള്ളയും തമ്മിലുള്ള കേസല്ലേ അത്? കോമൺ ആയിട്ട് ഖുർആനും ഹദീസും പറഞ്ഞത് അവിടെ പറയണേ. ആലിമീങ്ങൾക്ക് അപ്പൊ അങ്ങനെയൊക്കെ കിബറൊക്കെ ഉണ്ടാവുമോന്ന് സ്വഹാബാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവരതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ചരിത്രം പറഞ്ഞുതരാം. പ്രസിദ്ധ സ്വഹാബി വര്യൻ ഹുസൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു. ആരാ സ്വഹാബി? സ്വാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വകാര്യമായ അറിവുകൾ എല്ലാരോടും റസൂല് പറയൂല. ഇൽമ് 2 തരമുണ്ട്. നിഗൂഢമായ രഹസ്യമായ അറിവുകൾ, ചില സീക്രട്ട് അറിവുകൾ സ്പെഷ്യലായി ചില സ്വഹാബാക്കൾക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതൊന്നാണ് ആര്? ഹുസൈഫ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയുടെ സ്ഥാനപ്പേര് സ്വാഹിബു സിർരി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വകാര്യം സൂക്ഷിക്കുന്ന ആള്. അപ്പൊ ആ സ്വഹാബിയുടെ ഒരു വലിപ്പം നോക്ക്. ഈ ഹുസൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ മഹാപണ്ഡിതനാണ്, പ്രസിദ്ധനാണ്, നേതാവാണ്. ആ സ്വഹാബി ഒരിക്കൽ അന്നുള്ള സ്വഹാബാക്കൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. ഹുസൈഫ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് മൗമൂമീങ്ങളായ ആളുകളോട് പറഞ്ഞു, ദേ ഞാൻ ഇന്ന് മുതൽ ഇനി ഇമാമത്ത് പണിക്കില്ല, അടുത്ത വക്ത് മുതൽ വേറെ ഇമാമിനെ അന്വേഷിച്ചോളൂ. നിങ്ങൾക്ക് വേറെ ഇമാമിനെ കിട്ടൂല്ലെങ്കിൽ കിട്ടും വരെ നിൽക്കാനും എന്നെ കിട്ടൂല, ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. ളുഹറിനാണ് ഇപ്പൊ ഇമാമെങ്കിൽ അസറിന് ആളെ കിട്ടിയാ നിർത്തിക്കോ, ഇല്ലെങ്കിൽ മുൻഫരിദൻ നിങ്ങൾ തന്നെ നിസ്കരിച്ചോളൂ, എന്നെ ഇനി ഇമാമത്തിന് നോക്കണ്ട. മഅ്മൂമീങ്ങളായ സ്വഹാബാക്കൾ ചോദിച്ചു, എന്തു പറ്റി അങ്ങേക്ക്? പന്നൊക്കെ ആണെങ്കിൽ ശമ്പളം പോരാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും, ശമ്പളത്തിനൊന്നല്ലല്ലോ ഇമാം വെക്കണേ. എന്ത് പറ്റിയത് തങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഇന്നി റഅയ്തു ഫീ നഫ്സി അന്നഹു ലൈസ ഫിൽ ഖൗമി അഫ്ളലു മിന്നി. ഞാൻ ഇമാമ് നിന്നപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത കേറി വന്നു. എന്താണ് ആ ചിന്ത? ലൈസ ഫിൽ ഖൗമി അഫ്ളലു മിന്നി, എന്റെ പിറകിൽ നിസ്കരിക്കുന്ന ഈ സംഘത്തിൽ എന്നെക്കാൾ മെച്ചപ്പെട്ടവർ ആരും ഇല്ല എന്ന തോന്നൽ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാനിവിടെ ഇമാമായത്. എന്റെ അത്ര മെച്ചപ്പെട്ടവരാരും ഇപ്പൊ ഈ ബാക്കില്
പിന്തുടർന്ന് നിസ്കരിക്കുന്നവരില്ല എന്ന തോന്നൽ എന്റെ ഉള്ളിൽ വന്നു. അത് കിബ്റാണ്, അത് അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ താലോലിക്കാൻ ഇന്നു മുതൽ ഞാനില്ല, ഈ പണി ഞാൻ രാജിവെക്കുന്നു എന്നും പറഞ്ഞ് മഹാനായ ആ സ്വഹാബി രക്ഷപ്പെട്ടു. അള്ളാന്റെ റസൂല് സ്വകാര്യങ്ങൾ സംസാരിച്ചൊരു സ്വഹാബിക്ക് ഇങ്ങനെ മനസ്സിൽ വരാമെങ്കിൽ ഇന്നുള്ള എന്നെപ്പോലത്തെ സാധാരണ പണ്ഡിതന്മാർ, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്ക് ഈ സോക്കേട് വരൂലേ? ഉറപ്പായിട്ടും വരും. എന്നാ വരൂ. എനിക്കിപ്പോ അങ്ങനെ തോന്നി, ഇന്നിവിടെ അങ്ങനെ ജുമസ്കരിച്ചപ്പോ എന്നാ അടുത്ത വക്ത് മുതൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു പോകാൻ നമ്മൾ അത്ര വളർന്നിട്ടൊന്നുമില്ല. നമ്മൾ അതിന്റെ 10 വളർന്നാൽ മതി എന്നാ റസൂലുള്ള പറഞ്ഞത്. സയഅതി അലന്നാസി സമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിൽക്കാലം വന്നാൽ മൻ തമസ്സക ഫീഹി ബിഉശ്രി മാ അൻതും അലൈഹി നജാ. സ്വഹാബാക്കളോട് പറയാൻ പിന്നൊരു കാലം വരൂട്ടോ, അന്ന് നിങ്ങളുടെ ഈമാനിന്റെ 10, നിങ്ങളുടെ ദീനിന്റെ 10, നിങ്ങളുടെ സൂക്ഷ്മതയുടെ 10 ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നജാ, അവർ രക്ഷപ്പെട്ടു എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ഇങ്ങനെ മനസ്സിൽ വരികയാണെങ്കിൽ പടച്ചോനെ ഇത് ഇബ്ലീസിന്റെ തോന്നിപ്പിക്കലാണല്ലോ, അല്ലാഹ് കാത്തോളനെ പടച്ചോനെ ദ്വാരക്കുക, നന്നാക്കാൻ ദ്വാരക്കുക എന്നല്ലാതെ സംഗതി ശരിയാണ് എന്ന് വിചാരിച്ചാൽ അത് അപകടമാണ്. സ്വഹാബാക്കൾക്ക് പോലും ഈ അഹങ്കാരം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നല്ലേ സാധാരണക്കാരായ ആളുകൾ? ഇതിന്ന് രക്ഷപ്പെടാഞ്ഞാൽ ഇതാണ് തൂക്കം കൽബിലുണ്ടെങ്കിൽ സ്വർഗം കാണൂല, അപകടമാണ്. നമ്മൾ വളരണമെങ്കിൽ ഇതിപ്പോ ഇന്ന് മിഅ്റാജ് രാവാണ്. ഇൻഷാ അല്ലാ ഇന്നസ്തമാന ശേഷം ഇന്നത്തെ രാത്രി മിഅ്റാജിന്റെ രാവാണ്. നാളത്തെ പകൽ മിഅ്റാജ് ദിനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മുഅ്ജിസത്തുകൾ അല്ലാഹു കൊടുത്തു, അത്ഭുത പ്രതിഭാസങ്ങൾ. അതിലേറ്റവും ഗംഭീരമായ 2 അത്ഭുത പ്രതിഭാസങ്ങളാണ്, മുഅ്ജിസത്തുകളാണ് ഇസ്റാഉം മിഅ്റാജും. ഇസ്റാ ഖുർആൻ വെട്ടിത്തുറന്ന് പറഞ്ഞ കാര്യമാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള രാപ്രയാണമാണ് ഇസ്റാ. അത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും സപ്തവാനങ്ങളും അദൃശ്യലോകങ്ങളും അത്ഭുത ലോകങ്ങളും സ്വർഗനരകങ്ങളും മുൻകാല നബിമാരുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ആകാശയാത്ര, അതാണ് മിഅ്റാജ്. അത് പ്രമാണബദ്ധമായ സ്വഹീഹായ ഹദീസുകൾ, ബുഖാരി മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്ത നിരവധി ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട അത്ഭുത സംഭവമാണ്. ഈ ഇസ്റാ മിഅ്റാജ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? വിനയം. അള്ളാന്റെ റസൂലിന് ഇതൊക്കെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു ക്വാളിറ്റി കൊണ്ടാ കൊടുത്തത്. അത് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്റാ സൂറത്ത് തന്നെ ഉണ്ടല്ലോ, ഒരു സൂറത്തിന്റെ പേരെന്നെ രാപ്രയാണെന്നാണ് ഇസ്റാ സൂറത്ത്. അതെങ്ങനെ തുടങ്ങുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇങ്ങോട്ടൊക്കെ അല്ലാഹു റസൂലിനെ കൊണ്ടുപോയത് ബിഅബ്ദിഹി, അവിടുത്തെ ഉബൂദിയത്ത് കൊണ്ടായിരുന്നു. അങ്ങേ അറ്റത്തെ താഴ്മയുള്ള ദാസനായത് കൊണ്ടാണ് അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് പരിശുദ്ധ ഖുർആൻ. രാജാവായതുകൊണ്ട് അള്ളാഹ് പരിഗണിച്ചു എന്നല്ല, ഒരു നബി ആയതുകൊണ്ട് പരിഗണിച്ചു എന്നല്ല അവിടെ പറഞ്ഞത്. അസ്റാ ബിഅബ്ദിഹി, അതാണ് അവിടുത്തെ ക്വാളിറ്റി. അള്ളാന്റെ ഇഷ്ടപ്പെട്ട അബ്ദായി പാതാളത്തോളം മുത്ത് റസൂലുള്ള താഴ്ന്നപ്പോൾ അള്ളാന്റെ അർശിനോളം അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് പാതാളത്തോളം വിനയം കാണിച്ചപ്പോൾ അള്ളാഹു അവന്റെ സിംഹാസനത്തോളം ഉയർത്തിക്കൊണ്ടുപോയി. അതാണ് ഇസ്റാ മിഅ്റാജ്. ഈ ദിനം, ഈ രാവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ വിനയാന്വിതരായി നിലകൊള്ളൂ, നിങ്ങൾ നിസ്കരിക്കൂ റബ്ബിന്റെ മുന്നിൽ. നമ്മളെ ഈ നിസ്കാരത്തിൽ വിനയം പ്രകടമാണ്, അല്ലേ? ഇഷ്ടമില്ലാത്തവനായിരിക്കും ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് നിൽക്കണേ, അല്ലേ? ചിലപ്പോ നമ്മൾ സുജൂദ് ചെയ്യുന്ന നെറ്റിത്തടം വെച്ചിന്റെ നേരപ്പുറത്തുള്ള കാല് ഏറ്റവും ഈ നാട്ടിലെ പാവപ്പെട്ട 10 പൈസക്ക് ഗതിയില്ലാത്തവന്റെ കാലിന്റെ താഴെയിരിക്കും നെറ്റി വെച്ചിട്ടുണ്ടാവുക. പ്രകടനത്തിൽ വിനയുണ്ട്.
അർത്ഥത്തിലും ബോധത്തിലും വിനയത്തോടെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് റബ്ബിലെത്താം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മിഅ്റാജാണ് നിസ്കാരം. ഈ രാത്രിയിൽ നമുക്ക് ഗിഫ്റ്റായി, സമ്മാനമായി മേടിച്ചു കൊണ്ടുവന്ന് തന്നതാണ് 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരം കിബിറ് മാറ്റിവെച്ച് വിനയത്തോടെ നിർവഹിച്ചാൽ അള്ളാഹുവിലേക്ക് മാനസിക പ്രയാണം നടത്താനും നമ്മെ പടച്ചുപോറ്റുന്ന റബ്ബുമായിട്ട് മുനാജാത്ത് നടത്താനും നമുക്ക് വേദിയൊരുങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.